ഹായ്, ഇന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ സെക്കൻഡ് സെക്ഷൻ തുടങ്ങുകയാണ് കേട്ടോ. മുഗൾ സാമ്രാജ്യം നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ പഠിക്കുന്നത് വിജയനഗര ഭരണമാണ്. അതായത് വിജയനഗരം എന്ന് പറയുന്നത് എന്താണ്, ഒരേ സമയം തന്നെ ഒരു നഗരത്തിൻ്റെയും അതേപോലെ ഒരു രാജ്യത്തിൻ്റെയും കൂടി പേരായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ CE 1565 ഈ നഗരം പൂർണ്ണമായിട്ട് നശിക്കപ്പെട്ടു. തുടർന്ന് എന്ത് ചെയ്തു, പിന്നീട് അവിടെയുള്ള ജനങ്ങളുടെയൊക്കെ മനസ്സിലായിരുന്നു ഇങ്ങനൊരു നഗരം പണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയതൊക്കെ എന്താണ്, ഇങ്ങനെ ജനങ്ങളുടെ മനസ്സുകളിൽ നിന്നാണ്. എന്നായിരുന്നു CE 1565 ഈ വിജയനഗരം സാമ്രാജ്യം നശിപ്പിക്കപ്പെട്ടത്, പൂർണ്ണമായിട്ട് ഇല്ലാതായത്. പിന്നീട് എന്താണെന്നാണ് പറയുന്നത്, അവിടെ ജീവിച്ചിരുന്ന ആൾക്കാരുടെ മനസ്സുകളിൽ മാത്രമായിരുന്നു ഇത് നിലനിന്നിരുന്നത്. അവരുടെയൊക്കെ ഓർമ്മയിൽ എന്താണ് ഈ നഗരം എന്ന് പറയുന്നത്, എന്താണ് ഹംപി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1800 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനായ കേണൽ മക്കൻസിയാണ് പിന്നീട് ഈ ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും പിന്നെ അതിലൂടെ ഈ വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്തത് ഇദ്ദേഹം ഇതിനെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് കേട്ടോ. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് എന്താണ്, ഇവിടെ ഇതൊക്കെയാണ് വിജയനഗര രാജാക്കന്മാരെന്ന് പറയുന്നത്. അതുപോലെ വിജയനഗരം സ്ഥാപിച്ചത് ആരാണ്, ഹരിഹരൻ, ബുക്കർ എന്നീ 2 സഹോദരങ്ങളാണ് വിജയനഗരം സ്ഥാപിച്ചത്. അത് ഓർത്ത് വെക്കണം കേട്ടോ. എന്നാണ് ഹരിഹരൻ, ബുക്കർ എന്നീ സഹോദരങ്ങളാണ് വിജയനഗരം സ്ഥാപിച്ചത്. എപ്പോഴാണ്, CE 1336 എന്നാണ്. CE 1336 ഹരിഹരൻ, ബുക്കർ എന്നീ 2 സഹോദരങ്ങളാണ് വിജയനഗരം സ്ഥാപിച്ചത്. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ വിജയനഗരം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും നല്ലൊരു ഭരണാധികാരി, ഒരു പ്രശസ്തനായ ഭരണാധികാരി ആയിരുന്നു ആര്, കൃഷ്ണദേവരായർ അല്ലേ. അത് ഓർത്ത് വെക്കണം കേട്ടോ. കൃഷ്ണദേവരായരുടെ കാലത്ത് 1509 മുതൽ 1529 ഇദ്ദേഹത്തിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലയളവിൽ വിജയനഗരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരുപാട് മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ, നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. കൃഷ്ണദേവരായരുടെ കാലത്ത് വിജയനഗരത്തിലുണ്ടായ മാറ്റങ്ങളൊക്കെയാണ് നമ്മളിനി പറയുന്നത്. അതായത് കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിൽ, ഭരണകാലത്ത് ഒരുപാട് വികസനങ്ങളൊക്കെ ചെയ്തിരുന്നു ഈ വിജയനഗരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവരുടെ തലസ്ഥാന നഗരമായ ഹംപിയിൽ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. അതോടനുബന്ധിച്ച് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരുപാട് കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇദ്ദേഹം ചെയ്തിരുന്നു, എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിച്ചിരുന്നു. അതായത് ഒരേപോലെ കണ്ടിരുന്നു അല്ലേ. നമ്മൾ മുന്നേയും പഠിച്ചിരുന്നു, ഓരോ മതങ്ങൾക്കും എന്തുണ്ട്, അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ചെയ്തിരുന്നു, ഇവരുടെ ഓരോ മതത്തിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ വിശ്വാസം നിലനിർത്താനും അതുപോലെ ആ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും ജീവിക്കാനും ഒക്കെയുള്ള എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഇദ്ദേഹം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഒരുപാട് കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ഒരുപാട് പുരോഗതികളൊക്കെ കൈവരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ മുക്തമാല്യത, അത് ജാംബാവതി കല്യാണം എന്നീ 2 കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഓർത്ത് വെക്കണം കേട്ടോ. മുക്തമാല്യത, ജാംബാവതി കല്യാണം എന്നിങ്ങനെ 2 കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ച 2 സാഹിത്യങ്ങളാണ് തെലുങ്ക്, കന്നഡ, തമിഴ് എന്നീ സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. തെലുങ്ക്, കന്നഡ, തമിഴ് ഓർത്ത് വെക്കാം. ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് വിജയനഗര ഭരണ സംവിധാനത്തെക്കുറിച്ചാണ് കേട്ടോ. അതായത് വിജയനഗര സാമ്രാജ്യത്തിൽ തന്നെയായിരുന്നു, രാജവാഴ്ച തന്നെയായിരുന്നു നിലനിന്നിരുന്നത്.
അതുകൂടാതെ നമ്മൾ മുഗൾ സാമ്രാജ്യത്തിൽ പഠിച്ച പോലെ തന്നെ നമ്മൾ പഠിച്ചില്ലേ, മുഗൾ സാമ്രാജ്യത്തിൽ ഭരണ സൗകര്യത്തിനായിട്ട് നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അതേപോലെ തന്നെ വിജയനഗരത്തിലും ഭരണ സൗകര്യത്തിനായിട്ട് രാജ്യത്തെ അദ്ദേഹം നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മണ്ഡലങ്ങൾ, അതായത് പ്രവിശ്യകൾ, പിന്നെ നാടുകൾ, അതായത് ജില്ലകൾ, പിന്നെ സംസ്ഥാനം, അതായത് ഉപജില്ലകൾ, പിന്നെ ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. ഓർത്ത് വെക്കുക കേട്ടോ. വിജയനഗരത്തിലാണ് ഭരണ സംവിധാനത്തിനായിട്ട് രാജ്യത്തെ തിരിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ്? പ്രവിശ്യകൾ, ജില്ലകൾ, ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെയായിരുന്നു വിഭജിച്ചിരുന്നത്. അതുകൂടാതെ ഈ രാജാവിനെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ഈ മന്ത്രിമാർ തന്നെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ശിക്ഷിക്കാനുള്ള അധികാരം ആർക്കാണ്? രാജാവിന് ഉണ്ടായിരുന്നു. അതുപോലെ പറയുന്നത്, നീതി നിർവഹണത്തിനായിട്ട് അല്ലേ, അതായത് അതത് സ്ഥലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അതിന് നീതിക്ക് വേണ്ടിയിട്ട് നീതി നിർവഹണത്തിനായിട്ട് പല തലങ്ങളിലും എല്ലായിടത്തും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പീൽ അധികാരിയിലെ, അതായത് ഇപ്പം അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒത്തുതീർപ്പുണ്ടാക്കുന്നത്, അതായത് അതിൻ്റെയൊക്കെ അവസാന വാക്ക് എന്ന് പറയുന്നത് ആരായിരുന്നു? രാജാവ് തന്നെയായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നീതി നിർവഹണത്തിനായിട്ട് എല്ലാ തലങ്ങളിലും എന്ത് ചെയ്തിരുന്നു? കോടതികൾ സ്ഥാപിച്ചിരുന്നു. അതേപോലെ ഇതിൻ്റെ എല്ലാം അപ്പീൽ അധികാരി എന്ന് പറയുന്നത് ആരാണ്? രാജാവായിരുന്നു കേട്ടോ. അതുപോലെ ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും അല്ലേ, ചെറിയ ചെറിയ കുറ്റങ്ങളും അതുപോലെ ഇപ്പോൾ തൊഴിലെടുക്കുന്നിടത്ത് ജോലി ചെയ്യുന്നിടത്ത് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതെല്ലാം ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് കോടതികളെ ഗ്രാമങ്ങളിലെ കോടതികളിൽ തന്നെ വെച്ച് അത് കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതാണ് കേട്ടോ. പിന്നെ പഠിക്കുന്നത് ഭരണ സൗകര്യത്തിനായിട്ട്. പിന്നെ ഇതാണ് നോക്കണം കേട്ടോ. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിനായിട്ട് പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു ആര്? നായകന്മാരും അതുപോലെ അമരനായകന്മാരെന്ന് പറയുന്നത്. സൈനിക മേധാവികൾ, അവിടുത്തെ സൈനിക മേധാവികളെയാണ് അമരനായകന്മാരെന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ഓർത്ത് വെക്കട്ടെ, അമരനായകന്മാർ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ആരെയാണ്? സൈനിക മേധാവികളെയാണ്. അതുപോലെ ഈ അമരനായകന്മാർക്ക് എന്ത് ചെയ്തിരുന്നു? രാജാക്കന്മാർ കുറച്ച് ഭൂപ്രദേശങ്ങളൊക്കെ അനുവദിച്ച് കൊടുത്തിരുന്നു. അതായത് ഈ പ്രദേശങ്ങളെ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അതായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, സൈനിക മേധാവികളെയാണ് അമരനായകന്മാരെന്ന് അറിയപ്പെടുന്നത്. ഈ അമരനായകന്മാർക്ക് രാജാക്കന്മാർ എന്ത് ചെയ്തിരുന്നു? ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു കൊടുത്തിരുന്നു. ഇങ്ങനെ അനുവദിച്ചു കൊടുത്ത ഈ ഭൂപ്രദേശങ്ങളെയാണ് അമര എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. അമര എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ അമരത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് ആരാണ്? ഈ അമരന്മാർ തന്നെ, അതായത് ഈ സൈനിക മേധാവികളെ, ഈ ഏൽപ്പിച്ച സൈനിക മേധാവികൾ തന്നെയായിരുന്നു ഈ അമരത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത്. അതുപോലെ ആ പ്രദേശത്ത് എന്തുണ്ടായിരുന്നു? നികുതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ നികുതി പിരിക്കാനുള്ള അവകാശവും ആർക്ക് തന്നെയായിരുന്നു? ഈ അമരന്മാർക്ക് തന്നെയായിരുന്നു. പിന്നെ ഈ അമരന്മാർ ഈ നികുതി പിരിച്ച് കിട്ടുന്ന ഈ തുകയുണ്ടല്ലോ, ഇപ്പം നമ്മൾ പറഞ്ഞാൽ ആ പ്രദേശത്ത് കുറച്ച് നികുതി പിരിക്കുന്നുണ്ട് അല്ലേ, ആ നികുതി പിരിച്ച് കിട്ടിയതിൽ നിന്ന് ഒരു പങ്ക് ആർക്കായിരുന്നു? രാജാവിനുള്ളതായിരുന്നു. നിശ്ചിത തുക എന്ത് ചെയ്യണമായിരുന്നു? രാജാവിന് നൽകണമായിരുന്നു. അതുപോലെ ഈ അമരനായകന്മാർ നിശ്ചയിച്ച എണ്ണം, അതായത് അവരെ ഒരു നിശ്ചിതമാണ്, ഈ അമരനായകന്മാരെ എന്ത് ചെയ്തിരിക്കണം? ഒരു നിശ്ചിത കാലാളുകൾ, അതുപോലെ കുതിരകൾ, ആനകൾ എന്നിവയെല്ലാം നിലനിർത്തണമായിരുന്നു. നമ്മൾ മുന്നേയും പഠിച്ചില്ലേ, മുഗൾ ഭരണത്തിലും പഠിച്ചു അവർക്കും ഇത്ര നിശ്ചിത എണ്ണം നിലനിർത്തണം എന്നുണ്ടായിരുന്നു അല്ലേ. അതേപോലെ തന്നെയാണ് ഈ അമരന്മാർക്കും നിശ്ചിത എണ്ണത്തിലുള്ള കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവയെല്ലാം നിലനിർത്തണമായിരുന്നു. ഈ വ്യവസ്ഥയാണ് അമരനായക സംവിധാനം എന്ന് പറയുന്നത്. നമ്മൾ മുഗൾ സാമ്രാജ്യത്തിൽ ഏതാ പഠിച്ചത്? മാൻസബ്ദാരി സമ്പ്രദായം അല്ലേ, ഓർത്ത് വെക്കണം. മുഗൾ സാമ്രാജ്യത്തിൽ നമ്മൾ പഠിച്ചത് എന്താണ്? മാൻസബ്ദാരി സമ്പ്രദായമാണ്. വിജയനഗരത്തിൽ നമ്മൾ ഭരണ സംവിധാനത്തിൽ പഠിക്കുന്നതിൻ്റെ പേരെന്താണ്? അമരനായക സംവിധാനം കേട്ടോ. അമരനായക സംവിധാനം ഓർത്ത് വെക്കുക കേട്ടോ. വിജയനഗരത്തിൽ ഇപ്പോൾ ഈ അമരനായക സംവിധാനം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമായിരിക്കും അല്ലേ. വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. വിജയനഗരത്തിൽ
അതായത് ഈ അമരനായകന്മാരെന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ സൈനിക മേധാവികളാണ്. ഈ സൈനിക മേധാവികൾക്ക് എന്ത് ചെയ്തിരുന്നു, രാജാക്കന്മാർ ഒരു നിശ്ചിത ഭൂപ്രദേശം നൽകിയിരുന്നു. അതായത് നിശ്ചിത ഭൂപ്രദേശം അവർക്ക് അനുവദിച്ചു കൊടുത്തിരുന്നു. ഈ അനുവദിച്ചു പ്രദേശങ്ങളെ അമര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഈ അമരത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത് ഈ അമരനായകന്മാരായിരുന്നു. അതുപോലെ അവിടെ കൊടുത്തിട്ടുള്ള ആ പ്രദേശം ഉണ്ടല്ലോ, ആ പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശവും ആർക്കായിരുന്നു, ഈ അമരനായകന്മാർക്ക് തന്നെയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യണമായിരുന്നു, ഈ പിരിച്ച് കിട്ടുന്ന നികുതി ഉണ്ടല്ലോ, ആ നികുതിയിൽ ഒരു നിശ്ചിത ഒരു തുക, ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപയാണ് നമുക്ക് നികുതി പിരിച്ച് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിലൊരു 600 കൂട്ടിക്കോ. ഒരു എക്സാമ്പിളാണ്. അതിലൊരു 600 രൂപ എന്ന് പറയുന്നത് ഒരു നിശ്ചിതമായിട്ടുള്ളൊരു തുകയാണ്. ആ 600 രൂപ എന്ത് ചെയ്യണമായിരുന്നു, ഈ അമരന്മാർ ആർക്ക് നൽകണമായിരുന്നു, രാജാവിന് നൽകണമായിരുന്നു. അതുപോലെ എന്ത് ചെയ്യണം, അതുപോലെ ഈ അമരനായകന്മാർ അവരെന്ത് ചെയ്യണമായിരുന്നു, നിശ്ചിതമായിട്ടുള്ള കാലാളുകളും കുതിരകളും ആനകളും ഒക്കെ എന്ത് ചെയ്യണമായിരുന്നു, നിലനിർത്തണമായിരുന്നു. ഇങ്ങനെയുള്ള ഈ വ്യവസ്ഥയാണ് എന്ത്, അമരനായക സംവിധാനം എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്തതാണ് സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. അതായത് എന്താണ്, നമ്മുടെ ഈ വിജയനഗരം എന്ന് പറയുന്നത് എന്താണ്, വിവിധ ജാതി മത വിഭാഗങ്ങളെല്ലാം ഉൾപ്പെട്ടിരുന്ന ഒരു നഗരമായിരുന്നു. അവിടെ എന്താണ് ഏറ്റവും കൂടുതൽ, നമുക്കറിയാമല്ലോ ഒരു സമൂഹത്തിൽ നമ്മൾ മുന്നേയും പഠിച്ചിട്ടുണ്ട്, എന്താണ് അവിടുത്തെ ഏറ്റവും ഉയർന്ന ജാതി എന്ന് പറയുന്നത് എന്താണ്, ബ്രാഹ്മിൻസ് ആണ് അല്ലേ. ബ്രാഹ്മണർക്കായിരുന്നു അല്ലേ ആ സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ വിജയനഗരത്തിലും ബ്രാഹ്മിൻസിനായിരുന്നു എന്ത്, ആ സമൂഹത്തിലെ മേധാവിത്വം ഉണ്ടായിരുന്നത്. അതുപോലെ അവിടെയുള്ള ക്ഷേത്രങ്ങൾ അനുവദിച്ചിരുന്നത്, അതായത് ഇപ്പോൾ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ചുറ്റുപാടുള്ളതൊക്കെ എന്താണ്, ആ ക്ഷേത്രത്തിൻ്റെ ഒരു സ്ഥലമാണ് അല്ലേ. അങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത്, അതായത് ആ ക്ഷേത്രം അനുവദിച്ചിരിക്കുന്ന ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമെല്ലാം ആർക്ക് അവകാശപ്പെട്ടതായിരുന്നു, ഈ ബ്രാഹ്മിൻസിന് അവകാശപ്പെട്ടതായിരുന്നു. അതേപോലെ ക്ഷേത്രങ്ങളിൽ പൂജാതി കർമ്മങ്ങളിൽ ആ പൂജ നടത്തുന്നതും അതുപോലെ അവിടെ മതപരമായ എല്ലാ ചടങ്ങുകളും നടത്തുന്നതും അതിന് നേതൃത്വം നൽകിയിരുന്നതും ഒക്കെ ആരായിരുന്നു, ഈ ബ്രാഹ്മിൻസ് ആയിരുന്നു. അതുപോലെ ഈ ബ്രാഹ്മിൻസ് അല്ലാണ്ട് സമൂഹത്തിലുള്ള ബാക്കിയുള്ള വിഭാഗക്കാരൊക്കെ ചെയ്തിരുന്ന ജോലി എന്ന് പറയുന്നത് എന്താണ്, കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ അങ്ങനെയുള്ള മേഖലകളിലൊക്കെയായിരുന്നു ബാക്കിയുള്ള വിഭാഗങ്ങൾ ഏർപ്പെട്ടിരുന്നത്. അതുകൂടാതെ അവിടുത്തെ സ്ത്രീകളുണ്ടല്ലോ അല്ലേ, ആ സ്ത്രീകളുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്, രാജകൊട്ടാരത്തിലെ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും ഒക്കെയാണ് എന്ത്, സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നത്. അതുകൂടാതെ പിന്നെ പറയുന്നത് ഈ സമ്പന്നരുടെ ഇടയിൽ അല്ലേ, ഒരുപാട് പണമൊക്കെയുള്ള സമ്പന്നരുടെ ഇടയിൽ എന്ത് നിലനിന്നിരുന്നു, ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. ഓർത്ത് വെക്കണം, ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. ബഹുഭാര്യത്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളതിനെയാണ് എന്ത്, ബഹുഭാര്യത്വം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അന്ന് ശൈശവ വിവാഹവും അതുപോലെ സതി സമ്പ്രദായവും നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ശൈശവ വിവാഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ചെറിയ കുട്ടികളല്ലേ, 10, 11, 12 വയസ്സൊക്കെ ഉള്ളവർ പണ്ട് കാലങ്ങളിൽ വിവാഹം കഴിപ്പിച്ചയക്കുമായിരുന്നു അല്ലേ. അങ്ങനെ ശൈശവ വിവാഹം നിലനിന്നിരുന്നു. അതുകൂടാതെ സതി സമ്പ്രദായം കേട്ടിട്ടുണ്ടാവില്ലേ, പണ്ട് കാലങ്ങളിൽ എന്താണ്, ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിതയിൽ തന്നെ ചാടി ഭാര്യയും മരിക്കണം എന്നുള്ളത് പണ്ടൊക്കെ ഉള്ളൊരു നിയമമായിരുന്നു അല്ലേ. അതാണ് അന്നത്തെ സമൂഹത്തിൽ എന്ത് നിലനിന്നിരുന്നു, ബഹുഭാര്യത്വം, അതുപോലെ ശൈശവ വിവാഹം, സതി സമ്പ്രദായം, ഇതെല്ലാം നിലനിന്നിരുന്നു. പിന്നെ നമ്മൾ പഠിക്കുന്നത് അല്ലേ. പിന്നെ എന്താണ്, 15-ാം നൂറ്റാണ്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, അന്നത്തെ ആൾക്കാർ കൂടുതലും ജീവിച്ചിരുന്നത് എങ്ങനെയാണ്, തൊഴിൽ, അതായത് എന്ത് തൊഴിലായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്, കൃഷിയായിരുന്നു അല്ലേ. അവരുടെ പ്രധാന തൊഴിൽ മാർഗം എന്ന് പറയുന്നത് എന്തായിരുന്നു, കൃഷിയായിരുന്നു. അതുപോലെ സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് ഇവർ
വിജയനഗരത്തിൻ്റെ ചുറ്റുമുള്ള, അതായത് ആ രാജ്യത്ത് ചുറ്റുമുള്ള എന്താണ് വരണ്ട് കിടക്കുന്ന ഭൂപ്രദേശങ്ങളെയൊക്കെ അവർ ജലസേചനമാക്കിയില്ലേ, ജലലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതായത് 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും അതുപോലെ ഹിരിയ കനാലും അതുപോലെ തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ട് ഇതൊക്കെ എന്ത് ചെയ്തിരുന്നു, അവർ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂമി സർവേ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതായത് ഗുണനിലവാരം അനുസരിച്ച് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാമല്ലേ, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് എല്ലാ മണ്ണും ഒരുപോലെയല്ല അല്ലേ. അതായത് ഫലഭൂയിഷ്ടമായ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മണ്ണ് നല്ലതാണെങ്കിൽ എന്താണ്, നമുക്കവിടെ ഒരുപാട് വിളവെടുക്കാം അല്ലേ. പക്ഷേ മണ്ണ് മോശമാണെങ്കിലോ നമ്മൾ നടും, ചിലപ്പോൾ നല്ലോണം ഉണ്ടാവുകയും ചെയ്യും, പക്ഷെ കായ്ക്കാൻ അല്ലേ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിച്ചത്ര ഒരു വരുമാനം അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത്ര ഒരു കൃഷി അതിൽ നിന്ന് ലഭിക്കണമെന്നില്ല. അതെ, അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഭൂമിയുടെ ആ മണ്ണിൻ്റെ ഗുണനിലവാരം അനുസരിച്ച് ആ ഭൂമി സർവേ ചെയ്യും. എന്നിട്ട് അതിനനുസരിച്ച് അല്ലേ നല്ല കൃഷി കിട്ടുന്ന നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണെങ്കിൽ എന്താണ്, അതിന് കൂടുതൽ നികുതി കൊടുക്കണമായിരുന്നു. കുറവാണെങ്കിൽ അതിന് കുറവ് നികുതി, അങ്ങനെയായിരുന്നു കേട്ടോ. സർവേ ചെയ്ത് അതിനനുസരിച്ചെല്ലാം നിശ്ചയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അതായത് ഈ നികുതി അല്ലാണ്ട്, ഈ ഭൂനികുതി അല്ലാണ്ട് വേറെ ഈ ഗവൺമെൻറ്റിന് എന്താണ് വേറെയും വരുമാന മാർഗ്ഗങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ചു. അതായത് എന്താണ്, തൊഴിൽ നികുതി, വീട്ടുനികുതി, അതുപോലെ ലൈസൻസ് ഫീസുകൾ, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, പിന്നെ കോടതി ശിക്ഷ. ഇന്നൊക്കെ ഉള്ളതുപോലെ അല്ലേ, ഇന്നുള്ള പോലെ കോടതിയുടെ ശിക്ഷ അനുസരിച്ച് പിഴ അല്ലേ, എന്ത് തെറ്റാണോ ചെയ്തത് അതിനനുസരിച്ച് നിശ്ചിത തുക പിഴയായിട്ട് ഈടാക്കി. അങ്ങനെ അതൊക്കെ എന്ത് ചെയ്തു, ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു വരുമാന മാർഗമായിട്ട് അവർ കണ്ടെത്തിയിരുന്നു. ഇതൊക്കെ എന്താണ്, വിജയനഗര ഭരണത്തിലെ കാലത്ത് വന്ന മാറ്റങ്ങളാണ് കേട്ടോ. അങ്ങനെ ഇത്തരം ഒരുപാട് മാറ്റങ്ങളൊക്കെ വിജയനഗരത്തിൽ വന്നതോടെ എന്തായി, വിജയനഗരം എന്ന് പറയുന്നത് ഒരു വലിയ വ്യാപാര കേന്ദ്രമായിട്ട് വികാസം പ്രാപിച്ചു അല്ലേ, വലിയ വ്യാപാര കേന്ദ്രമായി. അതുപോലെ എന്താണ്, ഇന്ത്യയുടെയും അതുപോലെ ലോകത്തിൻ്റെയും ഒക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഈ അതായത് ഈ വിജയനഗരത്തെക്കുറിച്ചൊക്കെ കേട്ടു അറിഞ്ഞൊക്കെ ഒരുപാട് വ്യാപാരികൾ എന്തായി, ഈ വിജയനഗരത്തിലേക്ക് വരാൻ തുടങ്ങി. വിദേശത്ത് നിന്നൊക്കെ എത്തിയവരാണ് ആര്, പോർച്ചുഗീസുകാരും അറബികളും ഒക്കെയാണ് വിദേശത്ത് നിന്ന് എത്തിയത്. അതുകൂടാതെ ഈ പോർച്ചുഗീസും അറബികളും കൂടാതെ വന്നവരാണ് ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നൊക്കെ വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട് വന്നിരുന്നു. കൂടുതലും വന്നത് ആരാന്ന് പറയുന്നത്, പോർച്ചുഗീസുകാരും അറബികളുമായിരുന്നു. അതുപോലെ അവിടെ പ്രധാനമായിട്ടും നടന്നത് എന്താണ്, കുതിരക്കച്ചവടമായിരുന്നു കേട്ടോ. പ്രധാനമായിട്ട് നടന്നത് എന്താണ്, കുതിരക്കച്ചവടമായിരുന്നു. അതായത് അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന കുതിരകളാണ് കേട്ടോ. എവിടെ നിന്നൊക്കെയാണ്, അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്ന കുതിരകളുടെ കച്ചവടമായിരുന്നു കേട്ടോ. അത് പ്രധാനമായിട്ടും നടത്തിയിരുന്നത് ആരായിരുന്നു, അറബികളായിരുന്നു. ഈ കുതിര കച്ചവടം പ്രധാനമായിട്ട് നടത്തിയിരുന്നത് ആരായിരുന്നു, അറബികളായിരുന്നു കേട്ടോ. അതുപോലെ എന്താണ്, ഇങ്ങനെ ഈ കുതിരക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരെ, ഈ കച്ചവടക്കാരെ എന്താണ് അറിയപ്പെട്ടിരുന്നത്, കുതിരച്ചെട്ടികൾ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് കേട്ടോ. കുതിരച്ചെട്ടികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ, കുതിരച്ചെട്ടികൾ. പിന്നെ എന്ത് ചെയ്തു, ഈ കാലക്രമേണ അതായത് ഈ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ അറബികളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് എന്താണ്, പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. അതായത് അറബികളെ മാറ്റിക്കൊണ്ട് പിന്നീട് മുൻപന്തിയിൽ, ഈ കുതിര കച്ചവടത്തിൽ മുൻപന്തിയിലെത്തിയത് ആരായിരുന്നു, പോർച്ചുഗീസുകാരായിരുന്നു കേട്ടോ. അങ്ങനെ ഈ വ്യാപാരത്തിൽ നിന്ന്, ഇങ്ങനത്തെയുള്ള വ്യാപാരങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ എന്ത് ചെയ്തു, ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ശക്തിപ്പെടുത്തിയെന്നാണ്. പിന്നീട് അത്രയും മനസ്സിലായല്ലോ അല്ലേ. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ്, സാംസ്കാരികമാണ് കേട്ടോ. ഇവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ട് ക്ഷേത്രങ്ങളിലെ പിക്ചേഴ്സാണ് കേട്ടോ. അതായത് സാംസ്കാരിക രംഗത്ത് എന്തുണ്ടായി, വലിയ പുരോഗതി ഉണ്ടായി എന്നാണ് പറയുന്നത്.
അതായത് എന്താ വേദങ്ങൾക്കും ശാസ്ത്രങ്ങളുടെയും ഒക്കെ പഠനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പാഠശാലകൾ സ്ഥാപിച്ചു അല്ലേ. അതായത് ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്കൂള് പോലെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിരുന്നു വിജയനഗര കാലഘട്ടത്തിൽ കേട്ടോ. അതുകൂടാതെ എന്തൊക്കെ ചെയ്തു? കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിലൊക്കെ എന്തായി വിജയനഗരത്ത് വളർച്ചയുണ്ടായി പറയുന്നത്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ത് വിജയനഗര കാലഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ കൃഷ്ണദേവരായരെ പോലെയുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംരക്ഷകരായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. അതുകൂടാതെ അന്ന് കൂടുതലായ പ്രാബല്യത്തിലുണ്ടായിരുന്നത് ഏത് രീതിയാണ്? ദ്രാവിഡ ശില്പരീതിയാണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക, എന്താണ് ദ്രാവിഡ ശില്പരീതി? ദ്രാവിഡ ശില്പരീതി കേട്ടോ. ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതലും ഉണ്ടായിരുന്നത്. അതുപോലെ എന്താണ് ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് എന്ത് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത. ഓർത്ത് വെക്കുക, വിജയനഗര ശില്പകലയുടെ സവിശേഷത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങൾ കേട്ടോ. അതുപോലെ ഇവിടെയും 2 പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഹംപിയിൽ തന്നെയുള്ള ആണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് എന്ത് തെലുങ്ക് സാഹിത്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് അല്ലേ. എന്താണ് തെലുങ്ക് സാഹിത്യമാണ് എന്ത് ഇവിടെ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. ഇനി ഇത്രയാണ് എന്ത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇത് രണ്ടും നല്ലോണം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ 2 കൊല്ലം, അതായത് ഈ സിലബസ് ഇറങ്ങിയിട്ട് 2 കൊല്ലം അല്ലേ, ആ 2 കൊല്ലത്തിൽ ഓണപ്പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇനി നമുക്ക് അതൊന്ന് റിവൈസ് ചെയ്ത് അല്ലേ, ചാപ്റ്ററിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. എന്നിട്ട് ഓക്കെ, അപ്പം നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി എന്ത് ചെയ്യാം? ഇപ്പം നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് മുഗൾ ഭരണവും വിജയനഗര ഭരണവും കഴിഞ്ഞു. ഇനി രണ്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ദിവസം നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ റിവൈസ് തുടങ്ങാം കേട്ടോ. നമ്മുടെ എക്സാമൊക്കെ ഏകദേശം അടുത്തെത്താനായി, ഇനി ഒരാഴ്ചയും കൂടിയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ചാപ്റ്റർ മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ അല്ലേ. ഇനി നമുക്ക് കുറേ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതും ഇതുപോലെ 2 പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഈ 4 ചാപ്റ്ററും റിവൈസ് ചെയ്തതിന് ശേഷം ഈ കഴിഞ്ഞ 2 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കറക്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാകും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളതെന്ന്. അപ്പം നമുക്ക് ഇനി സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. ബൈ.